ഇല്ല അതില്ല അതില്ല. ഈ ചായക്കട നമ്മള് ചായ കുടിക്കാത്ത ചായക്കട എത്തി. ഒരു ചായ കുടിച്ചിട്ട് അവൻ ബാക്കി കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ചായ കുടിക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ ചായ കുടിക്കാൻ നിർത്തി. ചായ കുടിക്കുന്നതാണ് ഇത്. ആയുഷണം തന്നെ വാങ്ങിച്ചു തരണം. ഇവരൊക്കെ കട്ട്ലേറ്റ് വാങ്ങിച്ച് കഴിക്കാൻ. ഞാനാണ് സ്വീറ്റ് പൊറോട്ട എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് വാങ്ങിച്ച് കഴിക്കുന്നത്. ഇനി നിന്റെ മുഖം ഒന്ന് കാണിച്ചു. എന്ത് ഒന്ന് കാണിച്ചു ചുമ്മാ ഞാൻ കാണിക്കാം. സ്വീറ്റ് പൊറോട്ട കഴിച്ച അത് എന്ത് കഴിച്ചാലും അത് കഴിക്കണം. താടി ജിത്ത് കഴിക്കണം. ജിത്ത് കഴിയടാ. ജിത്തിന് അങ്ങനെ വിഷയമുണ്ട്. ജിത്തിന് പല്ലുള്ള കമ്പി എടുത്ത് കളഞ്ഞല്ല, പല്ലുള്ള കമ്പി എടുത്ത് കളഞ്ഞു. ഇനി സൈസുള്ള കമ്പി വാങ്ങിച്ചിട്ടുണ്ട്. അല്ല ഇവിടെ കൊട്ടാരക്കാരെ എത്തിയില്ല. അതിന് മുന്നേ പാർട്ടിക്ക് ചായ കുടിക്കാൻ നിർത്തിയതാണ്. അപ്പോൾ ഇന്നലെ ഊട്ടി ഓടി വന്ന് രാവിലെ 9:30 അടുത്ത് ഉച്ചയ്ക്ക് 2 മണിക്ക് എൻ്റെ ചെറുക്കൻ അടുത്ത കൂർഗ് ബേലൂർ മൈസൂറിന് വണ്ടി കൊടുത്തതാണ്. പിന്നെ ഞാൻ പോയില്ലേ, ഞാൻ ബാംഗ്ലൂർ മൈസൂർ ഊട്ടി പോയിരുന്നു. അത് ജിത്ത് വന്നില്ല. ജിത്തുവിന് ലേണേഴ്സ് പരീക്ഷ ഉണ്ടായിരുന്നു. എല്ലാവരും അറിയേണ്ട ഒരു കാര്യം, ജിത്തു ലേണേഴ്സ് പാസ്സായിട്ടുണ്ട്. ഇല്ലല്ല കട്ടിയില്ല. ജിത്തു ലേണേഴ്സ് പാസ്സായി. അത് എനിക്ക് വലിയൊരു അത്ഭുതമാണ്. ജിത്തുവിനെ പോലത്തെ ഒരാള് ലേണേഴ്സ് പാസ്സാവുന്നത് പറയുന്നത് വലിയൊരു അത്ഭുതമാണ്. ജിത്തുവിന് 10, 10, 20 എന്ന് പറയാൻ അറിയൂടാ, ഇൻഡു അറിയൂടാ, പ്ലസ് അറിയൂടാ, ഭാഗം എന്തെന്ന് അറിയൂടാ. ജിത്തു ചിന്തിക്കും. ജിത്തുവിനെ ചിന്തിച്ചതാണ് ഈ പ്രശ്നമായത്. അല്ലെങ്കിൽ ഈ സാധനം ഇവിടെ വരൂലായിരുന്നു. അജിഷന് വയ്യാത്തത് കൊണ്ട് മോദകമാണ് പ്രത്യേകിച്ച് കഴിക്കുന്നത്. കഴി അതിലുണ്ടോ? ഇത് പയറാണ്. കഴിച്ചിട്ട് മിണ്ടാതൊക്കെ ഇരിക്കുന്നത്. പയറാണ് കഴിച്ചിട്ട് മിണ്ടാതിരിക്കുന്നത്. നീ വേണ്ട, നീ ആ സൈഡ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ശരിയാവില്ല. നീ പോടായിരുന്നു. അപ്പൊ കാശ് എന്റെ ചെറുക ഇവിടെ കിടക്കുന്നു. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ പറയാനുണ്ട് കാശ്. നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങൾ നോക്കിയിട്ട് ഞാൻ അടുത്ത മാസം എനിക്ക് ചെറിയൊരു വർക്കുണ്ട്, അത് ചെയ്യണോ വേണ്ടേ എന്നുള്ള ചിന്തിക്കുള്ളൂ. അജീഷന് ഇതുവരെ അറിഞ്ഞൂടാത്തൊരു സത്യമായിരുന്നു ജിത്തുവിന് ലൈസൻസ് ഒന്നും ഇല്ല എന്നുള്ളത്. 18 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ജിത്തുവിന് ഇപ്പോൾ ലൈസൻസ് ആവാറായി. ലേണേഴ്സ് കിട്ടിക്കഴിഞ്ഞ് ജിത്തു ഏതാനും മാസങ്ങൾക്കും തന്നെ ലൈസൻസിന് ഉടമയാകും. ആവാറായി. ഇപ്പോൾ ലേണേഴ്സ് ചെയ്യാൻ ജിത്തുവിന് ഇനി 8 ഒക്കെ എടുത്ത് കാണിച്ചതിന് ശേഷം ലൈസൻസ് ജിത്തുവിന് കൊറിയറായിട്ട് വരുന്നതായിരിക്കും. ആണോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ലൈസൻസ് ഉണ്ടായിരുന്നു ചെറുക്കന്. ഓട്ടോക്കാരന്മാരെ അസോസിയേഷനിൽ അറിയിക്കണം. ഇപ്പോൾ ഒരു പരാതി പറഞ്ഞൊക്കെയാണ് ജിത്തുവിന്. എന്ത് ജിത്തു സംഭവം? നമ്മൾ ഈ ബസ്സിൽ കിളിയായിട്ട് ഡ്രൈവറിന് കിളിക്കും ബാറ്ററി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ വണ്ടിയിൽ 2 വർഷം ഒരു ബാറ്ററി ഇല്ല, ഒന്നുമില്ല. ഗൈസ് എന്ത് ചെയ്യാനാ ഗൈസ്? ഏതെങ്കിലും ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ ചേട്ടാ ഡബിൾ ഓംലെറ്റ് 2 എണ്ണം പോരട്ടെ, ബെറോട്ട 3 എണ്ണം, ചിക്കൻ കറി ഓരോന്ന്, ഇങ്ങനെയൊക്കെ നീ വാങ്ങിച്ച് കഴിക്കല്ലേ. നീ എന്നെ കണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇല്ല ഗൈസ്, സംഭവം എന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ ആവശ്യത്തിനെ കഴിക്കുള്ളൂ. ഇവനാണെങ്കിൽ അങ്ങനെയല്ല. ഇവ എൻ്റെ കൂടെ വന്നിട്ട് ഇപ്പം ഞാൻ 2 പൊറോട്ട വാങ്ങിച്ച് ഒരു ചമ്മന്തി കറിയോ അവിടുത്തെ സാമ്പാറോ വാങ്ങിച്ച് കഴിക്കും. ഇവനാണെങ്കിൽ അടുത്തിരുന്നുകൊണ്ട് 3 പൊറോട്ട അവിടുത്തെ ഏറ്റവും സ്പെഷ്യലൊക്കെ വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ ഇവന് ബാറ്റയില്ല, എനിക്ക് ബാറ്റയുണ്ട്. ഇവൻ 250 രൂപ ഡെയിലി ബാറ്റ. അതില്ല ഇവൻ 500 രൂപയ്ക്ക് തീക്കും. 2 ദിവസത്തെ ബാറ്റ 1 ദിവസം കൊണ്ട് തീക്കും ഇവൻ. അപ്പോൾ അതിന് ഇവന് ബാറ്റയില്ല. ഇല്ല ഗൈസ്, ഞാൻ ഇപ്പോൾ ലിമിറ്റിലേ കഴിക്കുള്ളൂ. അങ്ങനെയല്ല, നമ്മൾ സത്യമായിട്ട് കഴിച്ച് ഞാൻ കള്ളം പറയുകയാണ്. നമ്മൾ 2 പേരും കൂടെ ഭയങ്കരത്തെ ബാറ്റ കഴിച്ച് തീർത്ത് നമ്മൾ ശമ്പളം കൂടെ തിന്ന് തീർത്തിട്ടാണ് നമ്മൾ വണ്ടി കൊണ്ട് ബാലൻസ് കൊടുക്കുന്നത് ചേട്ടന്. അത് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ ഇവന് ഭയങ്കര തീറ്റി. ഏറ്റവും ഇഷ്ടപ്പെടാം പോടാ. വിശദീകരിച്ച്
പറയട്ടെ ജിത്തു ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ബാക്കി ദോശ പൊറോട്ട എല്ലാം ഉണ്ട്, കറിയില്ല. നമ്മൾ പണി മുടക്കുന്ന കടയിൽ അടച്ചിട്ട് പോകും. കട അടച്ചിട്ട് അതൊന്നുമല്ല ഗൈസ്. സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ദോശയും കാര്യങ്ങളെല്ലാം ഉണ്ട്, കറിയില്ല. അപ്പം നമ്മളിവിടെ ചോദിച്ചിട്ടാണ് ഈ കടയിൽ വന്ന് കയറിയത്. കടയിലെന്ന് പറയണില്ല, ജിത്തുവാണ് ചോദിക്കാൻ പോയത്. ഇല്ല, ജിത്തുവാണ് ചോദിക്കാൻ പോയല്ലേ. ഞാൻ വന്നപ്പോൾ ഇവിടെ ചോദിച്ചെല്ലാം റെഡിയാക്കി വെച്ചേക്കായിരുന്നു. എല്ലാം വന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഒരു ദോശ ഇതൊക്കെ ഉണ്ട് ചോദിച്ചു നോക്കാന്ന് പറയുമ്പോൾ ഞാൻ ആ അപ്പം കൊണ്ട് ചോദിച്ചപ്പോൾ ഒട്ടെന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞപ്പോഴത്തേക്ക് വന്നില്ല. ആള് വന്നിരുന്ന് കഴിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ 5 ബസ് 5 ബസ് വന്നത് ഗൈസ്. കറിയില്ല, ദോശയൊക്കെ ഉണ്ട്. അവർക്ക് മനസ്സിലായില്ല ഗൈസ്. 5 ബസ് വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പറഞ്ഞത്. അപ്പം മുന്നേ വന്ന ബസ്സുകാർ എല്ലാം കഴിച്ചിട്ട് പോയി. അപ്പം ഇത് ചോദിക്കാൻ പറഞ്ഞു വിട്ടത് ഈ കിണയനെയാണ് ചോദിക്കാൻ പറഞ്ഞു വിട്ടത്, ഈ മന്ദബുദ്ധിയില്ല. അവൻ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൻ വന്നിട്ട് ചപ്പാത്തി ദോശയൊക്കെ ഉണ്ടാ, കറിയും കൂടെ ഉണ്ടെന്ന് ചോദിക്കാനുള്ള ബുദ്ധിയില്ല. അപ്പം ഞാൻ അതിന്റെ ദേഷ്യത്തില് ഇവര് ഗ്രേവിയുടെ കറി ഇവിടെ കൊണ്ടുവച്ചു. ഒരു ചെമ്പ് കറിയുണ്ട്, നമ്മൾ തീർത്തിട്ടേ പോകുള്ളൂ. അല്ല ജിത്തുവാണെങ്കിൽ ഒരു സെറ്റ് ബുൾസയും ഒരു സെറ്റ് ഡബിൾ ഓംപ്ലേറ്റും പറഞ്ഞു. അത് ഇതുവരെ വന്നില്ല. നീ കൊണ്ടുപോ, വണ്ടി കൊണ്ടുപോ. ക്യാബിൽ വെച്ചാൽ നമുക്കിത് നക്കി കീരിക്കാം. ക്യാബിൽ വെച്ചാൽ മതി, കൊണ്ടുപോ. ഇത് ഗ്രേവി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചിക്കൻ പൊരിക്കുമ്പോൾ ഇതുണ്ടല്ലോ, കരളും കൂമ്പോ, അതൊക്കെയാണ് ഗ്രേവി ആക്കി വെച്ചിരിക്കുന്നത്. ഏക്കടെ വന്നിരുന്നിട്ട് വിഷമിച്ചാണ് ചോദിക്കുന്നത്, ചേട്ടാ 2 ദോശ തരുമോ ചേട്ടാ? എനിക്കൊരു ദോശ. ഇവിടെ സാധനമുണ്ട്. ഇവിടുത്തെ മുതലാളിക്ക് അത് എടുത്ത് സർവ് ചെയ്യാൻ മടി. അപ്പോൾ കരഞ്ഞ് ചോദിച്ചപ്പോഴാണ് ഒരു ഡബിൾ ഓംപ്ലേറ്റ് തന്നത്. കരഞ്ഞ് ചോദിച്ചപ്പോൾ 2 ദോശ തന്നു. ഗ്രേവി എടുത്തിട്ട് പോയിടേ.
മരങ്ങൾ കോടികളാണ്, കോടികൾ. തേക്കാണ്, തേക്കും മരമാണ്, ഫുള്ള് തേക്കാണ്, തേക്കും കാടാണ്. ഓരോന്നിൻ്റെയൊക്കെ സൈസും ലക്ഷങ്ങൾ വിലയുള്ള തേക്കാണ്, ഫുള്ള് തേക്ക്. ഇത് നിനക്ക് തേക്കും മരം എന്തെന്ന് അറിയാമോടാ? ചെറിയ ഇലയായിരിക്കും അല്ലേ തേക്കില്? വലിയ ഇലയായിരിക്കും. തേക്കിന്ന് നമുക്ക് പഴം കിട്ടുമല്ലേ? മധുരമുള്ള പഴം. പിന്നെ ആവശ്യമില്ലാത്ത വല്ലതും പറഞ്ഞാൽ അടിച്ച് മേളിൽ കയറ്റും. ഓ ഇല്ല, റബ്ബറിന്റെ പാലല്ലടാ, മിൽക്ക് മേഡും കൂടെ കിട്ടും. കാട്ടിക്കുളങ്ങര എത്തിയിട്ടുണ്ട്. കാട്ടിക്കുളങ്ങര ഉണ്ണിയപ്പക്കട കാണിച്ചു തരാം. ഇതുവഴിയാണ് പോകാനുള്ളത്. നമ്മളെ ചെറുക്കൻ തോട് കിടക്കണം. ചെറുക്കൻ വേറൊരു അഴുക്ക് പിടിച്ചിരിക്കുന്ന ഏട്ടാ രണ്ട് സൈഡും. ഇതാണ് കാട്ടിക്കുളങ്ങര ഉണ്ണിയപ്പക്കട. ഇവിടുത്തെ സ്പെഷ്യലാണ് ഉണ്ണിയപ്പം. ഞാൻ ജിത്തുവിനെ വാങ്ങാൻ വേണ്ടി പറഞ്ഞ് വിട്ടൊക്കെയാണ്. 60 രൂപയാണ് ഒരു ഉണ്ണിയപ്പം. 60 രൂപയാണ് ഉണ്ണിയപ്പം. ഇവിടെ കാണിച്ചു വിട്രാ, ഉണ്ണിയപ്പം കാണിച്ചു വിട്രാ. ഉണ്ണിയപ്പം ഇതായിരിക്കണേ. നമുക്ക് ചെവി വയ്യാതിരിക്കണം, നമ്മളാ ഇങ്ങനെ കൊടുക്കാം, അജേഷാമിനെ കൊടുക്കാം. ഗൈസ് നമ്മളെ വണ്ടി കാണിക്കാം, ജിത്തുവിന് കഴിവുള്ളതാണ്, കാണിച്ചേക്കും. ഇല്ല ഗൈസ്, ഞാൻ വേറൊരു അഴുക്ക് പിടിച്ച് എൻ്റെ പൊന്നും എൻ്റെ വണ്ടി ഇരിക്കുന്ന കുറേ നോക്ക്. പോയിട്ട് ഇങ്ങനെ കുനിച്ച് വയ്ക്കും, പോടാൻ വേണ്ടി. അപ്പോൾ ഗൈസ് ഇതെല്ലാം ജിത്ത് കഴിവും. ഞാൻ വീൽക്കപ്പെടാത്ത എൻ്റെ കാര്യമൊക്കെ പറഞ്ഞു തരാം കേട്ടോ ഗൈസ്. അതാ ഇല്ല അതൊന്നുമല്ല, എടാ പോടാ, ഇതാ വാ, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഗൈസ്. ഇത് കണ്ടില്ലേ ഗൈസ്, വിൽക്കപ്പൊന്നും ഇട്ടിട്ടില്ല, 2 വർഷമായി വണ്ടി ഇറങ്ങിയിട്ട്. എല്ലാം ചെയ്യും, അതാണ് പറയാൻ പോകുന്നത്. എല്ലാവരുടെയും ആവശ്യമാണ് നമ്മളെ വണ്ടീനെ സ്നേഹിക്കുന്ന കുറച്ച് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർക്ക് ഉള്ള ഇതാണ്. അവർ ലിപ്പ് വയ്ക്കണം ചേട്ടാ, ലിപ്പ് വയ്ക്കണം ചേട്ടാ, ഗ്ലാഡ് വയ്ക്കണം ചേട്ടാ, ഗ്ലാഡ് വയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കണം. അപ്പോൾ അവർക്ക് വേണ്ടി ഈ മെയ് കഴിയുമ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഫുൾ അപ്ഡേഷന് വേണ്ടി കയറ്റിയാണ്. ഈ കഴിഞ്ഞ കോളേജ് സീസൺ വണ്ടി പുതിയ വണ്ടി എന്നുള്ള പേരിൽ 4 ചാലാണ് ഞാൻ അകത്തടിച്ചിട്ടുള്ളത്. അകത്ത് ഇപ്പോഴത്തെ ഉള്ള പോലത്തെ ബോഡി ലൈറ്റോ കാര്യങ്ങളോ ഒന്നും എൻ്റെ മലാക്കിനകത്തില്ല. 4 ചാലിട്ടാണ് ഈ കഴിഞ്ഞ കോളേജ് സീസൺ എല്ലാം ഞാൻ ഓടി ഇറങ്ങിയത്. അപ്പം ഇനി നമുക്ക് അതും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോണ്, ഒറ്റയാൻ വീണ്ടും കാട് കയറാൻ പോവുകയാണ്. കാട് കയറി തിരിച്ചിറങ്ങുമ്പോൾ മാസം ഒറ്റയാനായിട്ട് വരും. അപ്പം നമ്മളും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ലിപ്പും കാര്യങ്ങളും എല്ലാം വയ്ക്കുന്നത് തട്ടിയാൽ ഞാൻ അതും വെച്ചുകൊണ്ട് നടക്കും. ഇനി ചേട്ടാ വണ്ടിയുടെ ഫ്രണ്ടെല്ലാം തട്ടി പൊട്ടിയിരിക്കുന്നത് അത് മാറ്റി വയ്ക്കുമോ എന്നൊന്നും എൻ്റെ അടുത്ത് പറയല്ലേ, നിങ്ങൾ പറഞ്ഞിട്ടാണ് ലിപ്പ് വയ്ക്കുന്നത്. അപ്പം മെയ് കഴിയുമ്പോൾ ആശാൻ പോയി ലിപ്പ് കാര്യങ്ങളെല്ലാം വച്ച് ലൈറ്റ് കാര്യങ്ങളെല്ലാം കയറി കുറച്ച് ഓക്കലൊക്കെ കുറച്ചും കൂടെ കയറ്റി നമുക്ക് എവിടെയും ചെന്ന് നിൽക്കുമ്പോൾ മാനിയായിട്ട് നിൽക്കണമല്ല, ഫൈറ്റിനൊന്നുമല്ല, മറ്റുള്ളവർ കൂടെ ഇടുമ്പോൾ നമ്മളെ വണ്ടി കയറിയിരിക്കണം. ഞാൻ എപ്പോഴും പറയും പോലെ അതിനു വേണ്ടി. അപ്പം മൊത്തത്തിൽ മെയ് കഴിഞ്ഞ് ചെറുക്കൻ സെറ്റായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ വീൽ കപ്പ് പോലും ഞാൻ ഇടാതെ ഞാൻ ഇങ്ങനെ ഇട്ടയ്ക്കുന്നത്. ഇപ്പം ഇങ്ങനെ നിൽക്കിട്ട് അവന് റെഡിയാക്കാൻ പോവുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് വീൽ കപ്പ് ഇരുന്ന ഇല്ലാതായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ രണ്ടാമതെടുത്ത് വയ്ക്കണ്ട, ഞാൻ വേറെ ഒരെണ്ണം വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്, കിട്ടില്ല സാധനം. അതും എല്ലാം കയറ്റി പടക്ക് വേറെ ലെവലിൽ വരും ചെറുക്കൻ. ഇത് ഈ ഐഡിയ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ മാത്രമാണ്. ഈ മന്ദബുദ്ധിയുടെ ഒരു ഐഡിയ ഇല്ല ഇതിൽ. വെറുതെ ഇങ്ങനെ നോക്കൂലിയായിട്ട് നിൽക്കുകയുള്ളൂ. എടാ ചെയ്യാൻ സമയം വേണ്ടേടാ. നീ ഈ മാസം നീ എത്ര ദിവസം വീട്ടിൽ നിന്ന് പറ, എത്ര ദിവസം നിന്ന്? നീ 2 ദിവസം നീ തികച്ച് നീ വീട്ടിൽ കിടന്നു തുടങ്ങി. ഏത് നമ്മളെ വണ്ടിയുടെ ഭാഗ്യം, നമ്മളെ വണ്ടി നമ്മൾ അതുപോലെ സഹായിക്കുന്നത് കൊണ്ട് നമ്മൾ വീട്ടിൽ നിൽക്കുന്നില്ല, ഓട്ടം ഉള്ളത് കൊണ്ടാണത്. അജീഷ് ചേട്ടന് ഒട്ടും വയ്യ, പുള്ളിക്കാരൻ വയ്യാതിരിക്കുകയാണ്. ചെവിയിൽ കാറ്റ് കയറും. പിന്നെ നമ്മൾ രണ്ടുപേരും അപ്പുറത്തിപ്പുറം ഇരുന്ന് അലയ്ക്കുന്നതെല്ലാം കേട്ടിട്ട് ചെവി വേദന, അത് ചെവി വേദന കൂടിയാ നമ്മൾ രണ്ടും കൂടെ അലയ്ക്കുന്നത് കേൾക്കുമ്പോൾ. ഇടയ്ക്ക് ഞാൻ സംസാരിക്കുമ്പോൾ ഇവിടെ അനങ്ങൂല്ലേ. അത് അതാണ് ഞാൻ കുറച്ചേരം ഉണ്ടായിരിക്കുന്നത്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പള്ളു വിളിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടൂല. ഈ വണ്ടി ഓടിക്കുമ്പോൾ എനിക്കൊരു മോട്ടിവേഷനാണത്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവനെ തളക്കി വിളിക്കണം, ചീത്ത വിളിക്കണം. എത്ര തളക്കി വിളിയാലും ചീത്ത വിളിക്കണം. അപ്പം ആണാ ഉണ്ണിയപ്പം കഴിക്കണ്ടേ? പല്ല് വേദന, ചെവി വേദന ആയതുകൊണ്ട് കാട്ടിക്കുളങ്ങിയുള്ള ഉണ്ണിയപ്പം കാണിച്ചു തന്നില്ലെന്ന് വേണ്ട, നല്ല വലുതാണ്. ഒരു 2 എണ്ണമൊക്കെ കഴിച്ചാൽ വയറ് നിറയും. നല്ല വലിയ ഉണ്ണിയപ്പം
പക്ഷേ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല, കഴി. നമ്മളിപ്പോൾ ബാംബു ഫോറസ്റ്റിലെത്തി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അജിഷമ്മൻ്റെ ചായ പല്ലു വനായതുകൊണ്ട് ബെല്ലൊക്കെ കഴിച്ച് ചെറിയൊരു പിണക്കമായിരുന്നു. വേണ്ടി കലിപ്പനാണ്, ചക്കരയാണ്. അപ്പം ജിത്തുവിന് ചായ വാങ്ങിച്ചു കൊടുത്തു. ഇനി ജിത്തുവിന് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോകണം. ജിത്തു ഇട്ടയ്ക്കുന്ന ഈ ഡ്രസ്സുകളെല്ലാം ഈ ബാംബു ഫോറസ്റ്റിൻ്റെ പരിസരത്തു നിന്നൊക്കെ വാങ്ങണതാണ്. ജിത്തു ഇടുന്ന ഡ്രസ്സുകളെല്ലാം ബാംബു ഫോറസ്റ്റിൻ്റെ പരിസരത്തു നിന്ന് വാങ്ങണതാണ്. ജിത്തുവിൻ്റെ ലുക്കിൻ്റെ രഹസ്യമെല്ലാം ബാംബു ഫോറസ്റ്റിലെ പല കടകളിലുള്ള ചേച്ചിമാരിൽ നിന്നും വിലപേശി വാങ്ങിച്ച ഡ്രസ്സുകളെ അതാണ്. അപ്പോൾ ഇന്ന് ഏത് ചേച്ചിയുടെ അടുത്താണ് പോകണം? എനിക്ക് അവിടെ പോയി എനിക്ക് വിലപേശി വാങ്ങിച്ചാൽ ജിത്തു 600 രൂപ പറയുന്ന ഡ്രസ്സിന് ജിത്തു വിലപേശി 250, 300 എന്നൊക്കെ രീതിക്ക് വാങ്ങും. ഡ്രസ്സ് വാങ്ങണതിൻ്റെ കൂട്ടത്തിൽ അവരെ പ്രാക്കും കൂടെ ചേർത്ത് വാങ്ങും. അവരോ നീ കൊണ്ട് ഇട്ട് മുടിഞ്ഞോണ്ട് പോടാ എന്താ പറയുക ജിത്തു, നീ തീരെ നീ അവരെ താക്കാൻ നിൽക്കില്ല. അവർക്ക് ചിലപ്പോൾ 100 രൂപ ആയിരിക്കും കിട്ടണത്. ചിലപ്പോൾ 100 കിട്ടില്ല. നീ അവിടെ കിടന്ന് ലേലം വയ്ക്കുന്ന അതിന് 100 കിട്ടൂല ചിലപ്പോൾ. അവർ നിൻ്റെ ഈ കരച്ചിൽ കാരണം വെറുതെ തറഞ്ഞെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇന്ന് ജിത്തുവിന് പോയി കുറേ ചട്ടിയൊക്കെ വാങ്ങിച്ചിട്. ഇതൊന്നും ഇല്ലാതൊക്കെയല്ലേ നടക്കണത്. ഇടയ്ക്ക് നിക്കറ് വലിച്ച് താത്ത് ദൈവമേ നമ്മളൊക്കെ ഞാൻ 2 ദിവസം ബോധമില്ലാതെ കിടന്നു. അപ്പം ജിത്തു പോയി എൻ്റെ അളവും കൂടെ ഉണ്ടാകുന്ന നോക്കിക്കോ കേട്ടോ. നിക്കറ് ഇതിൻ്റെ അളവിലോട്ടല്ല, അത് ചേച്ചി എടുത്ത് മാറ്റി വെച്ചേക്കും, വാച്ചാ മതി. അന്ന് വല്ലതും വേണോ? ചെയ്യാൻ എങ്ങനെ കുറവുണ്ടോ? ചെയ്യാൻ കുറവുണ്ടോ? കുറവുണ്ട്. ഇന്ന് ട്രിപ്പിൻ്റെ 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നും നമ്മൾ മുറിയിൽ തന്നെ ബാംബു ഫോറസ്റ്റിൽ അവരെ ഇന്നലെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് അവരെ രാവിലെ 9 മണിക്ക് കൊണ്ട് കാണിക്കുകയാണ്. അപ്പം അവരെ കൊണ്ട് ബാംബു ഫോറസ്റ്റിൽ വിട്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഗൈസ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഈ ജിത്തുവിൻ്റെ അടുത്ത് ആവശ്യമില്ലാതൊന്നും ഓർഡർ ചെയ്യല്ലേ. പൈസ നമ്മളെ പൈസ അനുസരിച്ച് വേണം സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കഴിക്കും. ഇതിൻ്റെ മറ്റേ ഇത് പരിപാടി ഇതിനകത്ത് എടുക്കും. ഓക്കെ വാ. ഒരു ദോശ അവർ തരണ കറി, 2 പ്ലെയിൻ ദോശ. 2 പ്ലെയിൻ ദോശ, എനിക്ക് മസാല ദോശ. ഒരു മസാല ദോശ, 2 പ്ലെയിൻ ദോശ. എന്താ വയ്യേ? 2 മസാല ദോശ, 1 പ്ലെയിൻ ദോശ. അതല്ലേ ഞാനും പറഞ്ഞത്. എടാ നീ 2 പ്ലെയിൻ ദോശ എന്നല്ലേ പറഞ്ഞേ? ഇത് ഇവിടെ 2 മസാല ദോശ ഉണ്ട്. നീ ആരടാ? പിന്നെ നിങ്ങൾ പ്ലെയിൻ ദോശ എന്നല്ല ആദ്യം പറഞ്ഞത്. മസാല നമ്മള് അതിൻ്റെ ഇടയിൽ കൂടെ ഫോണും കുത്തിയിരുന്നിട്ട് പൊട്ടൻ ബോധം വരെ ഇല്ലാതെ ഓരോന്ന് വിളിച്ച് പറയണം. നിനക്കിവിടെ കാപ്പിയില്ല, ഇറങ്ങി പോടാ. ആണാ പെട്ടെന്ന് കൊണ്ടുപോവാ, വിശക്കണം എനിക്ക് പെട്ടെന്ന്. ഇപ്പം നമ്മൾ ഓർഡർ ചെയ്ത മസാല ദോശ വന്ന്, മസാല നമ്മൾ അവിടുത്തെ പോലെയല്ല, കുറച്ചും കൂടെ നല്ല എരിവുള്ള മസാലയാണ്. അതുകൊണ്ട് തന്നെ അത് വിജേഷന് ഇഷ്ടപ്പെട്ടില്ല, അജേഷന് ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല, ഞാൻ കഴിച്ചോളാം. വെച്ചെന്നത് വേണ്ടെങ്കിൽ വെച്ചെന്നത് ഞാൻ കഴിച്ചു. അവന് പിന്നെ ഇറങ്ങൂല. ഇത് തന്നെ കഴിക്കുന്നത്, ഇത് ഫുള്ളാകും. അവൻ്റെ ശരീരത്തിന് ഇത് ഫുള്ളാക്കി ഓവർലോഡാണ്. ചായ വേണോ? ചായ വാങ്ങി ചൂട്. നേരത്തെ പാന്നറായി കിട്ടിയതല്ലേ, ക്ഷീണം പറഞ്ഞിട്ട് കുടി. കഴിച്ചപ്പോൾ നമ്മൾ മസാല ദോശ കഴിക്കുകയാണ്. കുറച്ച് എരിവ് കൂടുതലുണ്ട് കേട്ടോ. അതിവിടെ നമ്മളെ ഊർഗിലുള്ള പ്രത്യേകതയായിരിക്കും. എരിവ് കുറച്ച് കൂടുതലുണ്ട്. നിങ്ങൾക്ക് തോന്നിയ കുറച്ച് ഗ്രേവി കുറച്ച് ഇതുള്ള എടുത്തില്ലേ? എടുക്കാത്ത നല്ലത് തന്നെ. അവർ നമ്മൾ കഴിക്കട്ടെ. ഈ ട്രിപ്പിലും ബാറ്റ പൈസ ഇല്ല, അവരെ കൊണ്ടുവരുന്ന നിവർത്തിയില്ല. 2ാമതും പ്ലെയിൻ ദോശ വാങ്ങിച്ചിരിക്കുന്നു. ഇപ്പോൾ വേലൂർ വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ ഇവിടെ വന്നൊക്കെയാണ്. നമ്മളെ പാർട്ടീസ് കയറുമായിരിക്കും, ധൈര്യമുള്ളവർ കയറിട്ട്. നമ്മളിവിടെ വന്നവർ തിരക്കൊക്കെ കുറവാണ്. ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് തിരക്ക് കുറവാണ്. ഇപ്പോൾ പഴയ തിരക്കൊന്നുമില്ല അല്ലേ? എനിക്ക് സീസൺ അല്ലല്ലോ, ഓഫ് സീസൺ. ഇപ്പോൾ ഫാമിലി സീസണാണ്. നമ്മളെ ആൾക്കാരാണ് തോന്നിക്കുന്നത് അവരൊക്കെ കയറണം വേണ്ടേ നല്ല ചണ്ടിക്കുന്നത്. ഇവിടെ കയറണമെങ്കിൽ എന്നെ പോലെ കുറച്ച് ധൈര്യമൊക്കെ വേണം. വെള്ളത്തിൽ നീന്തൽ അറിയണം. നീന്തൽ അറിയാത്തവർ ഇവിടെ വരുമ്പോൾ എനിക്ക് ധൈര്യമുണ്ട്. നിനക്കൊരു ഡൗട്ടുണ്ടോ?
നിങ്ങൾ ബോട്ടിൽ കയറിയപ്പോഴേ എനിക്ക് ധൈര്യമില്ലേ പെടുത്തല്ലടാ മറ്റേ ഞാൻ അപ്പിട്ട് വെച്ചടാ പോടാ നീ ഇപ്പഴേ പെടുത്തല്ല നീ ഇപ്പഴേ വന്നല്ല പോടാ ജിത്തു നീ അതിൽ കയറാ ഇതിൽ എടാ ഇതൊക്കെ ഒരറ്റത്തൊന്ന് കയറി ചാടി 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 ഇവിടെ പറഞ്ഞു എവിടെ 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 ജെറ്റ് എവിടെ നമുക്ക് ജസ്റ്റ് ബോട്ടിൽ കയറിയല്ല എൻ്റെ കൂടെ ബോട്ടിൽ കയറാൻ ധൈര്യമുള്ള ആർക്കുണ്ട് എൻ്റെ കൂടെ ബോട്ടിൽ കയറാൻ ആർക്കുണ്ട് ധൈര്യം ഉണ്ടോടാ ധൈര്യം ഉണ്ടോടാ ഉണ്ടോടാ ധൈര്യം അതുകൊണ്ട് അവനുണ്ടെന്നാ നിനക്കില്ലേ ധൈര്യം ഞാൻ ജെറ്റ് അറ്റാക്ക് ബോട്ടിലാണ് ശരി ധൈര്യം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് രണ്ടുപേരുണ്ട് ധൈര്യം ബോട്ടിൽ കയറാൻ അങ്ങനെ ധൈര്യം ഉണ്ടോ നമുക്ക് പോകാൻ എനിക്ക് ധൈര്യമുണ്ട് അല്ലാതെ ഞാൻ അതൊക്കെ അവിടെ കിടക്കണ മുതലേ ഓടിച്ചിട്ടുണ്ടെങ്കിൽ നടക്കൂല വെള്ളമായാലും ബോട്ടായാലും ഓട്ടിക്കുമ്പോ അത് നമ്മളല്ലല്ലോ ഓടിയത് ഇതിൽ കാണിച്ചു കൊടുക്കട്ടെ ഇല്ല 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 ഞാൻ കാണിക്കില്ല നിന്റെ ധൈര്യം നമ്മളൊന്ന് കാണിക്കട്ടില്ല നീ തൂറ് വെച്ചടാ പൈര ബോട്ടില് ഗൈസ് എന്നെ ഒരു നാണം കിട്ടുന്നത് ജെറ്റ് ബോട്ട് കാണിച്ചു തരാം പുതിയ ട്രൈഡാണ് ഇവിടെ വന്നത് ജെറ്റ് അറ്റാക്ക് ഇത് പുതിയ വന്ന റൈഡാണ് ഇത് മറ്റേ ഹംപി രണ്ടുപേരും ഇരുത്തി കൊണ്ടുപോകണം സംഭവം ഭയങ്കര സ്പീഡായിരിക്കും കേട്ടോ അതിലാണ് ജിത്തുവിനെയും മറ്റേ നമ്മളെ ജമ്പർ കൂട്ടനെയും കൂടെ ഇരുത്തി കൊണ്ടുപോകണം ദൈവമാണ് കുറച്ച് ക്ലാസ് ജിത്തു പറയടാ ഈ ബോട്ടിലുള്ള എഞ്ചിനാണ് ഇത് ബൈക്കിന്റെ ആക്സിലേറ്റർ പോലത്തെ കൈ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ സാധനം കറങ്ങി കറങ്ങണേ ഈ സാധനം സ്പീഡിൽ കറങ്ങും മുങ്ങി നോക്കണേ അറിയാം അപ്പൊ നീ ഇത് മുങ്ങി നോക്കിയിട്ടുണ്ടാ പയ്യ മുങ്ങി നോക്കിയിട്ടുണ്ടാ ഇത് കറങ്ങുമെന്ന് ഇല്ല അപ്പൊ ഇത് കറക്കുമ്പോഴാണ് പറഞ്ഞല്ലേ അറിവ് ഏലൂര് വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഈ സ്ഥലത്ത് വന്നതാണ് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞുതരാം ഈ സ്ഥലത്തിൻ്റെ പേര് ഹലബേഡ് എന്ന് പറയുന്ന ഒരു ടെമ്പിളിൽ വന്നൊക്കെയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതേപോലത്തെ സംഭവങ്ങൾ കാണുന്നത് എന്താണ് കണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം അപ്പോൾ അതിനകത്ത് വീഡിയോ ഒക്കെ എടുക്കാമല്ലോ വേറെ സീനൊന്നുമില്ലല്ലോ ഇല്ല അവരെല്ലാവരും പോയല്ലോ അപ്പോൾ എന്തായാലും എൻട്രി ടിക്കറ്റ് ഒന്നും കാണില്ല അതോ എൻട്രിക്ക് നിൽക്കണമെന്നാണ് തോന്നുന്നത് കടലൊക്കെ വെച്ചോണ്ടിരിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ കാണിച്ചു തരാം ജിത്തു അവൻ വരും അവന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ ഫോൺ എടുക്കാനുള്ള നേരം ഇല്ലല്ലോ എപ്പോഴും അവൻ ഫോണിൽ ബിസിയാണ് ഗൈസ് അവന് കുറേ മെസ്സേജൊക്കെ അയക്കാറുണ്ട് നമ്മളൊക്കെ സിംഗിൾ പീസ് നിങ്ങൾ കണ്ടോ ഇതാണ് സംഭവം അതാണല്ലേ ഞാൻ കുറച്ചും കൂടെ അടുത്ത് പോയിട്ട് വിശദീകരിച്ചെല്ലാം കാണിച്ചു തരാം രണ്ട് സൈഡും നല്ല പുല്ലൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് മൈതാനങ്ങളുണ്ട് ഇതൊക്കെ ആൾക്കാർ കയറാത്തത് കൊണ്ട് ഇപ്പോഴും നല്ല വൃത്തിയായിട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് കാണാൻ നല്ല മനോഹരം നല്ല കിടില മരങ്ങളും എല്ലാം കേട്ട് പാട്ടെടുത്തിട്ട് ഊളപ്പാട്ടല്ല നല്ല പാട്ട് തന്നെ അത് സിറ്റുവേഷൻ നോക്കാതെ ഒരു ഫോട്ടോ ഇട്ടിട്ട് അതിന് ഒരു മാച്ചും ഇല്ലാത്ത ഒരു പാട്ടിടും ഇത് ആ ഫോട്ടോക്ക് ഈ പാട്ടാ എടാ വേടന്റെ പാട്ട് ഏതിട്ടാലും കൊള്ളാം ഇത് ആ ഫോട്ടോക്ക് ഇത് കൊള്ളൂല ആ ഫോട്ടോക്ക് ഇത് കൊള്ളൂല വേട ഇങ്ങനെ പൊട്ടൻ ഒരു പൊട്ടൻ കണ്ടോ പൊട്ടൻ എന്ന് പറഞ്ഞ പാട്ടുണ്ടാക്കണം പൊട്ടൻ ചാരി ഏതാ പോടാ എഡിറ്റ് ഇതിന് പറ്റിയ പാട്ട് നിനക്കിനി കണ്ടുപിടിക്കണം ആരെങ്കിലും എഴുതണം നിന്റെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ പാട്ടില്ല അപ്പൊ അല്ല ഗൈസ് നല്ല കിടലും പ്രതിമകളും കാര്യങ്ങളും ഇവിടെ എനിക്ക് കോപ്പറേറ്റ് ചെയ്തിട്ടും ഒന്നാമത് പൈസ ഇല്ല കണ്ടില്ല ഗൈസ് ഇതെല്ലാം കല്ലിൽ കൊത്തിയതാണ് കണ്ടില്ലേ ഇതെല്ലാം പഴയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതായിരിക്കും ആയിരിക്കും നല്ല ആണ് കണ്ടില്ലേ എല്ലാം ഹിന്ദുപരമായിട്ടുള്ള ശില്പങ്ങളും കാര്യങ്ങളും എല്ലാം
അതിനകത്ത് കയറാം കേട്ടോ. എടാ നിനക്ക് പാട്ടുണ്ടാക്കി തരണോ? എനിക്ക് പറ്റിയ പാട്ട് അതേപോലത്തെ പാട്ടാ. ഞാൻ എന്തായാലും നിനക്ക് വേണ്ടി ഞാൻ ഒരു പാട്ട് എഴുതി തരാം. ഇതിന് സാരമില്ല, വേണമെങ്കിൽ കയറി പ്രതിഷ്ഠയായിട്ടിരുന്നു ആ പല്ല് കാണിച്ച് കിളിച്ചോണ്ടിരുന്നാൽ മതി. എല്ലാവരും വന്ന് പ്രാർത്ഥിച്ച് കാണിക്കിട്ടിട്ട് പോകും. അല്ല അവിടെ എന്തോ ഒരു ആരെയോ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നീ അകത്ത് കയറി കാണണം. എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? അകത്ത് കയറി കാണാനല്ലേ? അകത്ത് നല്ല തണുപ്പായിരിക്കും. ഗായ്സ് ഇവരേക്കിനെ ഇവൻ കയറണമെന്ന് കുറെ നേരം കൊണ്ട് പറഞ്ഞു. ഇവരെന്ത് കയറാത്തത്? നിന്റെ ഓവർ ഡബിൾ മീനിങ് ഇതിൽ നീ കൊണ്ടുവരണ്ട. എന്നാ ഫുൾ ഡബിൾ മീനിങ് ആണ് ഇവൻ. ഫുൾ ഡബിൾ മീനിങ് ആണ്. അത് നിങ്ങൾ ഇങ്ങനെ പറയണം, പക്ഷെ അവ അങ്ങനെയല്ല. അവ വേറെ ഡേറ്റി മൈൻഡ്, ഫുൾ ഡേറ്റി. എന്റെ കൂടെ ഉള്ളതിൽ ഏറ്റവും അലവലാതിയും കൊള്ളൂലാത്തവനുമാണ് ഇത്. വീട്ടുകാര് കാതിൽ കടുക്കനൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്തേക്കും. അത് മുത്താണ്. എടാ പേടിയൊന്നുമല്ല. ഇതൊക്കെ ഒരുപാട് തവണ കേറി ഇല്ല അണ്ണാ, ഒരുപാട് തവണ പോയി എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങളെപ്പോലത്തെ കൊച്ചു പയ്യന്മാര്, പുതിയ പയ്യന്മാര് പെക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ മാറി നിന്നതാണ്. എന്തിനടാ പാവൂലടാ, അവർക്ക് അത്രയും ഡീസൽ ഞാനും കൂടെ വരുമ്പോ കേറയില്ലടാ. അവര് രക്ഷപ്പെട്ടിട്ടാ. ഞാൻ നേരെ വണ്ടി ചെന്നിരുന്നേ. നമ്മളായിട്ട് ആർക്കും ഒരു ശല്യം ഉണ്ടാക്കില്ല. പേടിയില്ലല്ലോ, എനിക്ക് പേടിയില്ല. അത് ഞാൻ സമ്മതിച്ച കാര്യമാണ്. നീ തൂറി വെച്ചടാ, നീ ആ സീറ്റില് തൂറി നീ കുറെ നേരം കണ്ടത് ഇത് പറയണം. നമുക്ക് ഇവിടെ ഫോട്ടോ എടുക്കാം. ഇതിനകത്ത് ഇങ്ങനെയാണ്, ഒരു ക്ഷേത്രമാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ നോൺ വെജൊക്കെ കഴിച്ചപ്പോൾ അതുകൊണ്ട് അകത്ത് കയറിക്കൂടാ. അകത്തൊരു ക്ഷേത്രം പോലെ ഇതിലുള്ള കൊത്തുപണികളൊക്കെ കാണാനുള്ളതാണ്. കണ്ടില്ലേ? എല്ലാം ഇവർ കൈകൊണ്ട് ചെയ്യുന്ന പണ്ടത്തെ സംഭവമാണ്. പണ്ടത്തെ കുത്തിയെടുത്ത് ഇതൊക്കെ എല്ലാം കൈപ്പണിയാണ്. തടാകം ഗായ്സ്, അവിടെ ഒരു തടാകമാണ് കേട്ടോ. നോക്കിയാൽ കാണാം. ഉണ്ടോ ഗായ്സ്? ഇവിടെ അങ്ങോട്ട് മാറിയില്ലേ? നീ ഇതിൻ്റെ ഇടയിൽ വരല്ലേ? മാറിയാടാ ഗായ്സ്, കണ്ടില്ലേ? ഗൈസ്, ഞാൻ നേരത്തെ മാറാൻ പറഞ്ഞേ ക്യാമറ സൂം ചെയ്തോണ്ടിരുന്നപ്പം ഈ ഒരു ജന്തു ഇതിൻ്റെ ഇടയിൽ വന്നു. അതുകൊണ്ടാണ്. എൻ്റെ വ്ളോഗിൻ്റെ പേര് വീസ് ഓഫ് ബ്ലോഗേഴ്സ് എന്നാണ്. എന്നെ കൈതാ നീ കുറെ വട്ടം നടന്നില്ലേ? കൈതാ നിന്നെ കണ്ടതിൽ അത്ഭുതം. ആഹാരമൊന്നും കഴിക്കാറില്ലേ താങ്കൾ? കഴിക്കാറുണ്ട്, പക്ഷേ ഓ അതാണ്. അത് മനസ്സിലായി. ഫോൺ വെച്ച കണ്ടപ്പോ മനസ്സിലായി. വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ശിവനാണ് പ്രതിഷ്ഠ. അപ്പം ശിവന്റെ കൂടെയുള്ള കാളയുണ്ടല്ലോ, നന്ദി എന്ന് പറയും. എനിക്ക് വലുതായിട്ട് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കാളയെന്ന് പറഞ്ഞത്. സംഭവം നന്ദിയുടെ വലിയ 2 കല്ലുണ്ടാക്കിയ സ്റ്റാച്യൂസ് ഇവിടെ ഉണ്ട്. രണ്ടും കാണിച്ചു തരാം. വിഗ്രഹം ഇവിടെ ഉണ്ട്. പയ്യൻ വലിയ ഇതുള്ള എന്തിനാ അറിവുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്. നിങ്ങൾ വിഗ്രഹമെന്നൊക്കെ നിങ്ങൾ ഉടനെ പറഞ്ഞില്ലേ? അപ്പോൾ ഞാൻ കാണിച്ചു തരാം കാശ്. നന്ദിയുടെ വിഗ്രഹമാണ്. കണ്ടില്ലേ? നല്ല വലുതാണത്, നല്ല വലുതാണ്. ഒരു ആനയെക്കാളും വലുതാണ് അതല്ലേ? ആനേക്കാളും ഇല്ലേ? എണീറ്റ് ഇന്നലെ അറിയാൻ പറ്റുള്ളൂ. എണീറ്റ് ഇന്നല്ലേ അറിയാൻ പറ്റുള്ളൂ. ആനേക്കാളൊക്കെ പൊക്കം വരും എണീറ്റ്. കണ്ട, എനിക്കിത് ഒരു അത്ഭുതമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചേട്ടാ ഇതിന് ഇവിടെ വെള്ളം കെട്ടയൊന്നുമില്ല അല്ലേ? പക്ഷെ കെട്ടി എടുത്തതിനകത്ത് വെള്ളം നിൽക്കും. നന്ദിയുടെ വിഗ്രഹമാണ്, നല്ല വലുതാണ്. അതിന് നേരെ അനാഷ് ഭഗവാന്റെ പ്രതിഷ്ഠ അവിടെ ഉണ്ട്. അത് നമുക്ക് വീഡിയോ എടുത്തുവിടാം. നന്ദീനെ കാണിക്കാം. ഇന്നലെ വണ്ടി എടുത്ത് രാവിലെ വണ്ടി എടുത്ത് നമ്മൾ നേരെ മൈസൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ചാമട്ടിക്കിലാണ്, വേപ്പട്ടയ്ക്ക്
വേണമെങ്കിൽ കുറ്റിയിടുക, അല്ലെങ്കിൽ അടിയിൽ തുണി വയ്ക്കുക, ഇല്ലെങ്കിൽ മെഷർമെന്റ് എടുക്കുക. സംഭവം എന്ന് പറയുന്നത് നമ്മള് വേണ്ട 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 വേണ്ട, അത് ഞാൻ പേര് പറയില്ല, പേര് നീ പറയില്ല. ഒരു തേങ്ങയും പറ. ഫോണ് കാണാനില്ലാതെ ചേട്ടൻ വിളിക്കുകയുണ്ടായി. ഒരു കഥ എഴുതുക, ഒരു കഥ അപ്പോൾ എഴുതുക, അതിൽ- കഥ എഴുതുന്നു, ഫോണ് വണ്ടി ഓടിക്കുന്നു നീ, കഥ എഴുതുന്നു, കഥ. ചേട്ടൻ വിളിക്കുകയുണ്ടായി. അദ്ദേഹം ഉടനെ ഫോൺ അദ്ദേഹം- അദ്ദേഹം കുറ്റത്ത് ഫോണ് ചേട്ടന്റെ കയ്യിൽ കിട്ടുകയും കാള് ചേട്ടൻ്റെതാണല്ല എടുത്ത് നോക്കിയപ്പോ ഇത് എന്നത്തെ കഥ? ഇത് ഏത് കഥ? നോക്കിയപ്പോ ചേട്ടന്റെ പേര് അവൻ സേവ് ചെയ്തെങ്കിലാണ് ചേട്ടൻ കണ്ടു തിറങ്ങിയത്. ആ പേര് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. കുട്ടൻ എന്നാണ്. അതിന്റെ കൂടെ ഒരു സംഭവം കൂടെ ചേർത്തിട്ടുണ്ട്. ഫസ്റ്റിലോട് അപ്പൊ ആ പേര് സ്വീകരിക്കുന്ന കുട്ടൻ എന്നാണ്. കുട്ടന്റെ മുമ്പിൽ ഒരു വാക്കുണ്ട്, അത് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. ചേട്ടൻ ഇമേജ് പോകും. അതുകൊണ്ടാണ് guys, അങ്ങനെ രാവിലെ ചേട്ടൻ ചെറിയൊരു വിഷമം അതുകൊണ്ടുണ്ടായി. അപ്പൊ നമ്മള് പിന്നെ സമാധാനപ്പെടുത്തി ഫോണെടുത്ത് അല്ല പേരൊക്കെ മാറ്റിയിട്ടുണ്ട്, പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പം ചേട്ടൻ ഇത്രത്തോളം കരുതിയില്ല, പിന്നെ ഇതുവിന് ഇത്രത്തോളം സ്നേഹം അദ്ദേഹം ഉണ്ടെന്നുള്ള കാര്യം അപ്പൊ അതുകൊണ്ട് കണ്ടു പറയുന്നത് guys. അത് നമ്മളെ ചിരി എല്ലാം കാരണം നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പിന്നെ വ്യക്തമാക്കി തരാം. ഞാൻ മറ്റൊന്നും വ്യക്തമാകട്ടെ. ഇല്ല ഇല്ല അത് വ്യക്തമായിരിക്കാം. നീ എന്ത് കൂടെ കൊണ്ട് ഇറങ്ങുമെന്ന് ഞാൻ വ്യക്തമാകട്ടെ. എന്ത് ഭാവം ഒന്നും പറയല്ല, എല്ലാം സഹിച്ചും സഹകരിച്ചും. നമ്മൾ നേരെ മൈസൂർ പോവുകയാണ്. നമ്മൾ മൈസൂർ എത്തിയിട്ട് വരാം guys. അപ്പോൾ നമ്മൾ കുറേ നേരം ഹോട്ടൽ തപ്പി, ഹോട്ടലില്ലായിരുന്നു കേട്ടോ. മൈസൂർ അസനീന്ന് മൈസൂർ വരുമ്പോൾ മൈസൂർ എത്തിയാൽ മാത്രമേ ഫുഡ് കിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയിൽ റെസ്റ്റോറൻറ്റ്, വെജ് റെസ്റ്റോറൻ്റ് ആയാലും നോർമലി ഉള്ള എല്ലാം കിട്ടുന്ന റെസ്റ്റോറൻ്റ് ആയാലും ഇല്ല, സത്യം ഇല്ല. അത്ര എന്ന് പറഞ്ഞാൽ കുറേ ഹോട്ടൽ നോക്കി. പാർട്ടി ആണെങ്കിൽ ഒരു 9 മണി തൊട്ട് ഇതിനകത്ത് പ്രായമായവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് സമയത്തിന് ഫുഡ് കഴിക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പം ഇനി ഫാമിലി ട്രിപ്പിലാണ് ഇവർ ഈ ലാഭം പിടിക്കാൻ വേണ്ടി ഇതിപ്പം എന്ത് പറയാ, അതേപോലെ ആ ഒരു ഫുഡ് വേണ്ടെന്ന് പറഞ്ഞുള്ള രീതിയിലായിരുന്നു. അപ്പം ഇപ്പം നമ്മൾ ഡയറക്റ്റ് ഫുഡ് എടുത്ത് ചെയ്തിരുന്നെങ്കിൽ ഹസനിൽ നിന്ന് ഫുഡ് കൊടുത്തിട്ട് ഇവരെ ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു. അപ്പം ഇവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. ഇതിപ്പം ഇവർ രാവിലെ എനിക്ക് നേരെ മൈസൂർ വന്നിട്ട് ഫുഡ് മതി എന്ന് പറഞ്ഞ് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഫുഡില്ലല്ലോ നമുക്ക്. അപ്പോൾ ഇവർ വരുന്ന വഴിയിൽ നിർത്തി തരാൻ പറഞ്ഞ് മൈസൂർ എത്തും വരെ ഒരു ഹോട്ടലും ഇല്ല. മൈസൂർ എത്തി ചാമുണ്ടിയിൽ റോഡിൽ കയറിയതിനു ശേഷമാണ് ഒരു ഹോട്ടൽ കിട്ടുന്നത്. അത് കഴിച്ചോണ്ടിരിക്കുകയാണ്. ആദ്യം ഉണ്ടായിരുന്നപ്പോൾ വേണ്ടെന്നോ കുറെ കൂടി പോയിട്ട് ആദ്യം ഉണ്ടായിരുന്നപ്പോൾ വേണ്ട, കുറച്ചും കൂടെ പോയിട്ട് സമയമായില്ല. സമയമായപ്പോൾ ഹോട്ടൽ കിട്ടിയില്ല. എന്ത് ചെയ്യാൻ, അവർ വന്ന് ഇടയ്ക്ക് 1-2 വട്ടം ചിത്തുവിൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു ഹോട്ടലില്ലേ. ചിത്തുവിനാണെങ്കിൽ ദേഷ്യം. ജിത്തുവിന്റെ ജോലി എന്ന് പറയുന്നത് സൈഡ് നോക്കണം, ഞാൻ കണ്ടില്ല. അത് അജിഷണ എന്താണ് ചോദിച്ചത്? അജിഷണ ജിത്തുവിന്റെ ജോലി എന്താണ് ഇതിൽ? ജിത്തുവിന്റെ ജോലി എന്ന് പറയുന്നത് വണ്ടി കഴുകുമ്പോൾ എന്റെ കൂടെ നിന്ന് വണ്ടി കഴുകുക, ഒറ്റയ്ക്ക് കഴുകൂല. ഇന്നലെ ബക്കറ്റിൽ വെള്ളം എന്നെ കൊണ്ട് പിടിപ്പിച്ചു. എടുപ്പിച്ചു. എന്താ ഇവന്റെ ജോലി എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവന്റെ ജോലി എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുക, പാട്ടിടുക. ഇന്നലെ ബക്കറ്റിൽ വെള്ളം പിടിച്ചു, ഓക്കെ ശരി. പക്ഷേ എന്താണ് ഇവന്റെ ജോലി? വെറുതെ ഇരിക്കുക. ഞാൻ കണ്ടില്ല. പാട്ടിടാൻ പറഞ്ഞ ഫോണെടുത്ത് എന്റെ തന്നിട്ട് പാട്ടിടാൻ പറയും. എന്താണ് നിന്റെ ജോലി? എന്താണ് നിന്റെ ജോലി? നിയന്ത്രിക്കാൻ പോയി ചവിട്ടി കയറി. എന്താ കാണിക്കുന്നത്? ഇന്നലെ ഒരു ജീൻസ് പാന്റ് എടുത്തോണ്ടെന്നില്ലേ അവിടെ? ഈ പാന്റ് നിനക്ക് താങ്ങുവാണ്. കേരള മറ്റെങ്ങനെയാ ചോദിച്ചത്?
അണ്ണാ സംഭവം എന്തെന്നറിയാമോ ഞാൻ അണ്ണാ നോക്ക് അജിഷണ്ണാ ചില നേരം എനിക്ക് പിന്നെ തൂക്കിയെടുത്ത് തറയിലടിക്കാനുള്ള ദേഷ്യം വരുവേ. ചിലപ്പോ ഞാൻ ചെയ്യടാ അകത്ത് AC ഓട്ടായിരിക്കും, ഗ്ലാസ് തുറന്നിട്ടൊക്കെയായിരിക്കും. അപ്പൊ ഞാൻ പറയടാ ഗ്ലാസ് തുറന്നിട്ടേക്കില്ല, ഒന്ന് പറയടാ അവരുടെ ഒന്ന് പറയടാ. ഗ്ലാസ് ഇവിടെ നിന്ന് ഡോർ തുറക്കും, എന്നിട്ട് നോക്കും എല്ലാരെയും. അപ്പൊ പറയൂല, നാണക്കേട്. അത് ഇത് ഇല്ല, നിങ്ങൾ ഇന്ന് കണ്ട് നിങ്ങൾ കാണാത്ത കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ കാണാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇവിടെ ശരി, ഞാൻ ഇവിടെ ക്ലാസ് എല്ലാം തുറന്നിട്ടിരിക്കും. റണ്ണിങ്ങില് ഒരുത്തൻ ക്ലാസ് തുറന്നു ഏറ്റവും ബാക്കിന്റെ സൈഡിൽ. അതറിയാൻ പറ്റൂല. നമ്മൾ കാണുന്ന നേരത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മള് പറയാം. പിന്നെ അതേപോലെ തന്നെ എന്നാ റിമോട്ട് അകത്തായിരിക്കും ചോദിച്ചെന്ന് പറയാം. വേണ്ട അവര് കൊണ്ട് തരും കേട്ടാ, അവര് കൊണ്ട് തരും. അതാണ് ജിത്ത്. കസ്റ്റമറിന് ഫുൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള അതാണ് ജിത്തു. അങ്ങനെയാണ് ജിത്തുവിന്റെ പോളിസി. പക്ഷെ ഇതൊക്കെയാണ് ജിത്തുവിന്റെ ജോലി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത്, പ്ലാൻ എന്താണെന്ന് അറിയാമോ? ഇവനെ കൊണ്ട് ഞാൻ ഡ്രൈവിങ് പഠിപ്പിച്ചിട്ട് ഞാൻ രാത്രി 2 മണിയാവുമ്പോ അങ്ങ് കൊടുക്കും, വെളുപ്പാങ്കാലം വരെ നോട്ടിക്കായി. ആടിച്ച് പൊത്താണ്ട് പോകും. ഒരു 4:30-5 മണി കഴിയുമ്പോ അണ്ണാ കണ്ണൊന്നും തുറന്നു മാറില്ല അണ്ണാ. അതാ ഞാൻ വണ്ടി നിർത്തിട്ടാണോ കടക്കാത്ത തീ പറ്റാ അവിടെ ബാത്റൂമിനകത്ത് കയറ്റിയിട്ട് കടയിൽ പിടിച്ച് പൊട്ടിക്കട്ടെ. എന്നാ കയറ്റി കാശ് നീ ഇന്ന് വണ്ടി കയറ്റിട്ടാ നിനക്ക് ഞാൻ പൊങ്കൽ വാങ്ങിച്ചേരി വിടുന്നത്. ആയിരിക്കും വേണ്ട കേട്ടോ, ഈ പൊങ്കൽ ഞാൻ നിനക്ക് വാങ്ങിച്ചേരി. നിനക്ക് വണ്ടിക്കകത്ത് കയറ്റാൻ ഇറങ്ങിയിട്ട് ഒരിടം കയറ്റാൻ ഇറങ്ങിവിടാ. നീ ഇറങ്ങി വാ, നിനക്ക് ആഹാരം വാങ്ങിച്ചേരാ. ക്ഷീണയില്ലേ വാ. ഓർഡർ ചെയ്ത് കാവിലിതാ വന്നൊക്കെയാണ് ഗായ്സ്. കാവിലിനെ കണ്ടുമുട്ടി ഗായ്സ്. പോലീസ് അപ്പം നമ്മള് മൈസൂരിൽ കൊട്ടാരത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന എന്റെ അടുത്ത് വന്ന് വലിയ കാര്യത്തിൽ വേണ്ടിയിട്ടൊക്കെ പോയി. സന്തോഷം, അവനെ കാണിച്ചു തരാം. എടാ നിന്റെ പേര് പറയടാ. ഏത് ബസ്? ഇനി കണ്ടുപിടുന്ന പേര് പറയടാ ഒരിക്കൽ കൂടെ. ബസിന്റെ പേര് പ്രണവ്. അവര് പാലക്കാട് ഉള്ളതാണ്. അവരപ്പം ട്രിപ്പ് കഴിഞ്ഞ് ഇന്ന് അവര് നേരെ നാട്ടിലോട്ട് പോയാണ്. എടാ എത്ര ദിവസം ട്രിപ്പ് ആയിരുന്നു? 4 ദിവസം. വലിയ കാര്യത്തിൽ ശരി, അപ്പം ഇനി എവിടെയെങ്കിലും വെച്ച് കാണാം. നമ്മളിപ്പം വൃന്ദാവൻ കടലിലാണ്. വൃന്ദാവൻ കടലിൽ ഇതാ വീണ്ടും എത്തി. ഈ മാസത്തിൽ 2ാമത്തെ വൃന്ദാവൻ കടലാണ്. നമ്മൾ മീൻ പൊരിച്ചത് കഴിക്കാനായിട്ട് ഇവിടെ നിൽക്കുകയാണ്. മീനൊക്കെ നമ്മൾ മീൻ വാങ്ങിച്ച് 100-ന്റെ 2 സുലോപ്പിയാണ്. എല്ലാം ഇവിടെ സുലോപ്പിയാണ് കിട്ടുന്നത്. ഞാനും ജിത്തു മാത്രമേ കഴിക്കുന്നുള്ളൂ. ചേട്ടന് ഇതൊന്നും ഇഷ്ടമില്ല. ചേട്ടന് ഇത് മീനൊന്നും കഴിക്കൂല. അദ്ദേഹം ഇറച്ചി കഴിക്കൂല, മീൻ കഴിക്കൂല, മട്ടൻ പിന്നെ ബീഫ് അതും കഴിക്കൂല. അദ്ദേഹം ഒന്നും കഴിക്കില്ല. അദ്ദേഹം പച്ചക്കറിയാണ്. പിന്നെ കറി കുറച്ച്. അപ്പം ഈ ആർക്കെങ്കിലും കല്യാണ ആലോചന അങ്ങനെയൊക്കെ പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ മെയിനായിട്ടും ഇയാളെ വരനായി സ്വീകരിക്കുന്നവർ മീൻ, മുട്ട, ഇറച്ചി എന്നുള്ള കാര്യങ്ങളൊന്നും വേണ്ട. മലക്കറി മുട്ട കഴിക്കും. ഓക്കെ, മുട്ട മാത്രം നിങ്ങൾ കരുതിയാൽ മതി. കേട്ടല്ലേ? ചിക്കൻ, ബീഫ്, മട്ടൻ പോലുള്ള സാധനങ്ങളൊന്നും വേണ്ട. ചിക്കൻ കഴിക്കില്ല. അപ്പം നമ്മളെ മീൻ വന്നിട്ടുണ്ട്. ജിത്തുവിൻ്റെ മീൻ, എൻ്റെ മീൻ. കഴിക്കാൻ തോന്നുന്നുണ്ടോ? കുറച്ചെങ്കിലും ഇച്ചിരി കൈയിട്ട് വരാൻ വരല്ലേ? ശരി, ഓക്കെ. ഇത് കഴിച്ച് നോക്കി എങ്ങനെയുണ്ടെന്ന് എങ്ങനെയുണ്ട്? ചൂടാണ്. അപ്പം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ. എന്തായാലും എല്ലാ സാധനവും നമ്മൾ കുറച്ച് നേരം റെസ്റ്റിന് വെക്കണം, എന്നിട്ട് വേണം കഴിക്കാൻ. അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇവിടെ റോയൽ ഡ്രീം ഉണ്ട്. നമ്മൾ മീനൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് നമ്മളെ ഗ്രൗണ്ടിലോട്ട് കാവിൽ ദോ കിടക്കണം. പിന്നെ വേറെ ഒരുപാട് വണ്ടികളുണ്ട്. നിങ്ങൾക്കറിയാനുള്ള വണ്ടികളെല്ലാം കമൻറ്റ് ചെയ്യുമോ? ഇങ്ങനെയൊക്കെ വരുമ്പോൾ വ്ളോഗിലൂടെയൊക്കെ അവരവരെ വണ്ടികൾ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ? ഒക്കെയാണ് കാവിൽ നിന്ന് വന്ന നമ്മൾ അണ്ണൻ്റെ പേര് പറയണം. എനിക്കറിയാമല്ല. ഷാനു
ശ്രീനാഥനെ വീണ്ടും കണ്ടുമുട്ടി ഗൈസ്. ലൈറ്റ് ഇട്ട് ഗൈസ്. ഇടിച്ച് മുഴക്കി കൊണ്ടുവന്നു കേട്ടാ. അവിടെ നിന്ന് വന്നപ്പം കിടുങ്ങി ഇവിടെ അത്ര. എല്ലാരും നോക്കരുത് ഇത് ആര് വരണം. ശ്രീനാഥൻ അങ്ങ് പോയല്ലേ? ഓ അടുത്ത് നിങ്ങള് പോണ എവിടെയെങ്കിലും? നമ്മള് പോയി പൊരിച്ച മീനൊക്കെ വാങ്ങിച്ചു തന്നിട്ട് കഴിച്ചു നമ്മൾ പൊരിച്ച മീൻ. ഇന്ന് റിട്ടേൺ അല്ല, ഇന്ന് സ്റ്റേ, നാളെ രാവിലെ റിട്ടേൺ. നിങ്ങൾക്ക് നാളെ എങ്ങനെ? റിട്ടേൺ. അപ്പൊ ഊട്ടിയില്ല? ഞാൻ വന്നപ്പോ ഞാൻ കാണിച്ചു കൊടുത്തു ക്യാബിനൊക്കെ. അന്ന് ഇവിടെ ഇട്ട് കണ്ട്, എവിടാ വാഗമൺ ഇട്ട് കണ്ട്, കിച്ചോണ്ടം കൊണ്ടുവന്നത്. കിച്ചോണ്ട് ബാക്ക് എടുക്കാനൊക്കെ പറക്കി കൊടുത്തത്. അപ്പൊ നമ്മളിപ്പോ ഊട്ടിയിലോട്ട് തെക്കോണ്ടിരിക്കുകയാണ്. നമ്മള് ബന്ദിപ്പൂർ കാട് കയറിയിട്ടുണ്ട്. മാനിനെയൊക്കെ കണ്ട്. അന്നാണെങ്കിൽ മാനിനെ കണ്ടില്ല, കണ്ടപ്പോ അത്ഭുതം. അതിന്റെ ചെവി അതിനെ മാറി. ചെവി അതിനെ എന്ന് പറയണ ശരിക്കും രാത്രി ഉറക്കമില്ലാതെ നമ്മളൊക്കെ നല്ല രീതിയിൽ കിടന്നുറങ്ങി കൊണ്ടുപോയിരിക്കാൻ വേണ്ടി രാത്രി 2 മണിക്ക് എണീറ്റപ്പം തന്നെ എന്താ അറിയാം, എണീറ്റപ്പം നേരെ വയ്യാതെ അവശനായി എണീറ്റിരിക്കുന്നു. കാത് വേദനയാണ്, അത് നല്ല രീതിയിൽ വേദനയായിരുന്നു. അപ്പൊ ഇങ്ങനെ കാത് വേദന വെച്ചിട്ട്
ഗായസ് ചുരത്തിലൊരു വണ്ടി തട്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് ആരെ ഭാഗത്താണ് തെറ്റെന്ന് തോന്നുന്നത്. ആ കാറുകാരന് തിരിഞ്ഞു വരാനുള്ള സ്ഥലം അവിടെ ഉണ്ടായില്ലേന്ന് നോക്കിയിട്ടൊന്ന് നിങ്ങൾ പറ. കാറുകാരന് 2 ബൈക്ക് കയറി വരാനുള്ള സ്ഥലം കിടക്കും. എന്നിട്ട് അവൻ ബസ്സുകാരൻ്റെ പള്ളയെ കൊണ്ട് തിരിച്ച് കയറ്റിയിരിക്കുകയാണ്. ജിത്ത് സംസാരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ജിത്ത് ആ പോവുകയാണ് സംസാരിക്കാനായിട്ട്. ഇന്നെന്തെങ്കിലുമൊക്കെ ഇന്ന് നടക്കും. വമ്പോ ജിത്ത് പോയി പാൻ്റൊക്കെ പൊക്കി നടക്കും. ഗൈസ് അങ്ങനെ വൻ സീന്. ജിത്ത് നോയിക്കൊണ്ടിരുന്നത് വണ്ടി എടുത്തു പേടിച്ച് കയറി അവൻ കയറി വണ്ടി എടുക്കാൻ ഒന്നും ചെയ്യണ്ട. ജേഷണ്ണ നിങ്ങൾ പോവും. നിങ്ങൾ ഇവിടെ നിന്ന് കാല് തറയെ വെച്ചാൽ തന്നെ ആളുകൾ അറിയും. ജിത്തുവിന്റെ കൈക്കാണല്ലേ എന്ത് ചെയ്യണം. ആർമിക്കാരെ ആർമിക്കാരുടെ വണ്ടിയായിരുന്നു ഗൈസ് ഇതിപ്പോ ഈ ബസ്സിന്റെ പള്ളയെ കൊണ്ട് ആ കാറുകാരെ ഇടിച്ച് കയറ്റിയതിൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് നിങ്ങൾ നോക്കി നോക്കും. ആ കാറുകാരൻ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് വന്നിരുന്നെങ്കിൽ കാറുകാരൻ അവിടെ നിന്ന് സുഖമായിട്ട് പാസ്സാവുന്നതേ ഉള്ളൂ. അവൻ്റെ ലെഫ്റ്റ് സൈഡ് കാറുകാരൻ്റെ ലെഫ്റ്റ് സൈഡ് ഒരുപാട് സ്ഥലം കിടക്കണം. അവൻ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ഓടിച്ച് വന്നിരുന്നെങ്കിൽ ആ ബസ്സുകാരൻ്റെ പള്ളയിൽ ഒരിക്കലും കയറില്ലായിരുന്നു. ചെറിയ കാറായതുകൊണ്ട് അവിടെ പാസ്സാവും. ഇതേപോലെ ഓടിച്ചുകൊണ്ടൊക്കെ കാറുകാർ വരുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ചാൽ ഇനിയിപ്പോ ചുരത്തിന്റെ ബ്ലോക്ക് ബ്ലോക്ക് കാണാൻ പറ്റും. ജിത്ത് വരെയാണ് തോറ്റ് വരെയാണ് ജിത്തു. കാര്യം എന്ന് ചോദിക്കാം. ജിത്തു വാ. എന്താണ് വണ്ടി സ്റ്റാർട്ട് ആവണില്ല. കാർ സ്റ്റാർട്ട് ആവില്ല. അതുകൊണ്ടാണ് നിർത്തിയിരിക്കുന്നല്ലേ. അതുകൊണ്ട് അവര് തൂക്കിയെടുത്തേ എല്ലാരും കൂടെ. തൂക്കമുള്ള ശ്രമത്തിലാണ്. തൂക്കാള് നീ പോയില്ലേ തൂക്കാൻ? ഞാൻ പോയിട്ട് കാര്യം അറിയാം. സത്യസന്ധമായിട്ട് അവന്റെ കഴിവുകളെ പറ്റി അവൻ സത്യസന്ധമായിട്ട് പറയാ. എന്തോ തള്ളണ് ഇടാ വണ്ടി ഓണാവത്ത തന്നെ കള്ളം പറയുന്നു. സ്റ്റാർട്ട് ആവണില്ല. ബാറ്ററി എടുത്ത് കൊടുത്തു നോക്ക് നീ. പക്ഷെ സ്ഥലം ഉണ്ടായിരുന്നല്ലേ ആ കാറ് തന്നെ തിരിഞ്ഞു പോവാൻ. ഇറുകി പിടിച്ചിരിക്കുന്ന ജാം അങ്ങ് മാറുക. ഗായ്സ് ഒരുവിധം കഷ്ടപ്പെട്ട് എല്ലാവരും കൂടെ വണ്ടി തൂക്കിയാണ് മാറ്റിയത്. ജിത്തുമൊക്കെ വരണം. തൂക്കി മാറ്റിയാടാ വണ്ടി. ഇതാണ് ഇത്രയും പറ്റി കൊണ്ടിടിച്ച് കയറിയപ്പോൾ വണ്ടി ആയതിൻ്റെ കാരണം നമ്മൾ എത്ര നേരം ഹോസ്പിറ്റലിൽ കിടന്നു. ഒരാളെ കാണിച്ചു തരാം. അതാരാ ഗൈസ്? നമ്മളെ ബക്കാടിയെ നമ്മൾ അങ്ങനെ കണ്ടു ഗൈസ്. നമ്മളെ ചെറുക്കാൻ ആയിരുന്ന ആൾ. ചെറുക്കാൻ ഇപ്പം നമ്മളെ ജിസാന ഹോളിഡേയ്സിൻ്റെ കയ്യിലാണ്. അറിയാമല്ലോ എല്ലാവർക്കും. ട്രിപ്പിൽ വന്നൊരു പയ്യനാണ്. അവൻ തികഞ്ഞൊരു വണ്ടി ഭ്രാന്തനാണ്. അപ്പം നിനക്ക് ആ ഡിസൈൻ വേണ്ട, ഉറപ്പിച്ച് നീ നാളെ തരംഗത്തിൽ പോകും. ആ ഡിസൈൻ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഗായ്സ് നമ്മളെ ലൈറ്റ് വർക്ക് ചെയ്ത് വിനിയൽ സ്റ്റിക്കർ അവന് ഇഷ്ടപ്പെട്ടില്ല. നമ്മളെ ജിത്തുവിന് നമ്മളെ ഐഡിയ എന്ന് പറയുമ്പോൾ നിൻ്റെ ഐഡിയ അല്ല. നീ അപ്പം സ്റ്റിക്കർ നീ ഒപ്പിച്ചു കൊടുത്തോണം പോയി നോക്കിയിട്ട്. അതനുസരിച്ചുള്ള സ്റ്റിക്കർ കൊടുക്കും. അങ്കമാലിയിൽ നമ്മളൊക്കെ കോയമ്പത്തൂർ ബൈപ്പാസിലുള്ള ബ്ലോക്കാണ്. 1.5 മണിക്കൂറായിട്ട് കിടപ്പാണ്. 3:30 വെളുപ്പാങ്കാലം 3:30 മണിക്ക് വന്ന് ബ്ലോക്കിൽ കയറിയതാണ്. ഇപ്പോൾ അതാ 5:15 1.5 മണിക്കൂർ കഴിഞ്ഞു. ബ്ലോക്കാണ്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി ബ്ലോക്ക്. എത്ര മണിക്ക് ഓടി എത്താനുള്ളതെന്ന് ഇതാ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ബ്ലോക്കിൽ നിന്ന് നേരം വെളുത്തിട്ടും ബ്ലോക്കിനൊക്കെ കുറവില്ല. റോഡ് മനസ്സിലാക്കി വെക്കുക. അങ്കമാലിയിൽ നിന്ന് കോയമ്പത്തൂർ പോകാൻ ബൈപ്പാസ്സാണ്. റോഡ് വഴി എവിടെയെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നവർ പോകുമ്പോൾ
അവരോടും സമയത്തിനെത്തും എന്നുള്ള പ്രതീക്ഷയോടെ ഇറങ്ങട്ട. സമയത്തിന് എത്തൂല എന്നുള്ള പ്രതീക്ഷയില്ല, തകടം പോയി. ഞാൻ അവിടെ നിന്ന് ഊട്ടിയിൽ നിന്ന് ഞാൻ 11:30 മണിക്ക് എടുത്ത് ഇത്രയും ഇപ്പം 6 മണിയായി, 6:15 ഇതുവരെയും അങ്കമാലിയിൽ നിന്ന് മൂവാറ്റുപുഴ റോഡ് കയറില്ല. നിൽക്കുകയാണ് അവസ്ഥ. എത്ര മണിക്ക് ഓടി ഉച്ച കഴിയും ഇനി ഓടി തിരുവനന്തപുരം എത്തും. ബ്ലോക്കെന്ന് പറയണത് നമ്മളെ ഈ വഴിയും അപ്പുറത്തെ ബൈ റോഡ് ഉൾപ്പെടെ 3 വരിയായിട്ടാണ് ബ്ലോക്ക് ചെയ്യുന്നത്. അവിടെ എല്ലാം ഫുൾ കിലോമീറ്റർ കണക്ക് ബ്ലോക്ക് കിടക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ വഴിയോര കടയിലാണ് നിൽക്കുന്നത്. വഴിയോര കടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അതെങ്കിൽ സംഭവം അത് നമ്മൾ അവിടെ നിന്ന് ഓട്ടോ ഓടിക്കാൻ പോവാം. അപ്പം അവസാനമായിട്ട് വാങ്ങിച്ചതാണ് ഫുഡ്. ഇന്ന് നമ്മൾ പയ്യനെ കൊണ്ട് വിടയാണ്. പോലെ അടുത്ത ട്രിപ്പ് പെട്ടെന്ന് വിളിച്ചിട്ട് വാ കേട്ടാ. അടുത്ത കോളേജിൽ നിന്നൊക്കെ ട്രിപ്പ് കൊടുക്കും. നമ്മൾ ആ പരിപാടി. അപ്പോൾ ഗായ്സ് അങ്കമാലി ബ്ലോക്കിൽ കിടന്നിട്ട് 4 മണിയായിട്ടും വണ്ടി ഓടി എത്തിയിട്ടില്ല. വഴിവരെ കട എത്തിയതേ ഉള്ളൂ. ഗായ്സ് ജിത്തുവിന് എന്താ പറയാനുണ്ടെന്ന് പറയുന്നത്? ജിത്തുവിന് ആഹാരം കഴിച്ചതിൽ സന്തോഷമാണ്. ആഹാരം കഴിച്ചതിൽ സന്തോഷമുണ്ടോ? വയറ് ഇറങ്ങിയ നിങ്ങളെ കല്യാണം അവിടെ എല്ലാവരും പറഞ്ഞത്. ഇല്ല ആഹാരം എങ്ങനെ ഉണ്ടായിരുന്നു? വഴിയോര കടയിലുള്ള ആഹാരത്തിന്റെ അഭിപ്രായം പറയാം. പീസ് അത് വലിയ പീസ് ആയതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നത് ഇത് മുട്ടക്കോഴീനാ അവര് അങ്ങനെ ചെയ്തതാണ്. പക്ഷെ നാടൻ കോഴിയല്ല. നിങ്ങൾ നാടൻ കോഴി പെരട്ടല്ലേ ചോദിച്ചാ? ഞാൻ നാടൻ കോഴി പെരട്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിന്റെ ഗ്രേവി കൊള്ളാല്ലേ, എന്തൊക്കെ മസാലയൊക്കെ വാരിയിട്ട്. പിന്നെ ആഹാരമൊക്കെ കഴിക്കാൻ ഞാൻ ഉള്ളതുകൊണ്ടും പിന്നെ ജിത്തു കഴിക്കാത്തത് കൊണ്ട് അത് എനിക്ക് തരുന്നത് കൊണ്ടും സന്തോഷമാണ്. ഇവര് രണ്ടുപേരും കഴിക്കാത്തത് കൊണ്ട് എനിക്ക് വയറ് നിറയെ ആഹാരം. അത് അവര് ബുദ്ധിപരമായിട്ടുള്ള നീക്കമെന്നാണ്. നമുക്ക് അതിൽ ഗ്രേവി ഒരുപാടുള്ളത് കൊണ്ടേ നമുക്ക് അതൊന്നും മതിയായിരുന്നു. ഞാൻ ചിക്കൻ അങ്ങനെ കഴിക്കില്ല. ശരിയാണ്. അപ്പോൾ ഗായ്സ് അപ്പം ഈ ട്രിപ്പ് ഇനിയിപ്പോൾ കൊണ്ട് നമ്മൾ വിടും. വിട്ട് കഴിയുമ്പോൾ വിഷമം കൊണ്ട് നമ്മൾ അജേഷൻ നമ്മൾ വീട്ടിൽ പറഞ്ഞു വിടുകയാണ്. അജേഷന് പെട്ടെന്ന് തന്നെ ഒരു കല്യാണം. 33 വയസ്സായി, പെണ്ണില്ല, പിടക്കോഴിയില്ല, അനാഥനായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.